Hi friends, welcome to Sneha Foodilotte എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സോയാബീൻ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് സോയാബീൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. 100 ഗ്രാം സോയാബീനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു 15 മിനിറ്റ് കുതിർക്കാൻ വെച്ചതിന് ശേഷമാണ് കൈ കൊണ്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് 2 ഉള്ളി, അതുപോലെ 2 വലിയ തക്കാളി, 3 പച്ചമുളക്, 1 അല്ല് വെളുത്തുള്ളി, 1 തുണ്ട് കടായി ഒഴിച്ച് കൊടുക്കാം. കടായി ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നിരിക്കുകയാണ്, ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചൂടായി വന്നിരിക്കുകയാണ് പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, 1 നുള്ള് ഇഞ്ചി വതക്കി കൊടുക്കാം. വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറിയിരിക്കണം. അപ്പോൾ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച്. 2 വലിയ ഉള്ളി സ്ലൈസായി അരിഞ്ഞത് ഇത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി നന്നായി ഒന്ന് വറങ്ങി വരാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വാടി വന്നിരിക്കുകയാണ്. തക്കാളി 2 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുകൂടി ചേർത്ത് വെക്കാം. തക്കാളി നന്നായി വതങ്ങി വന്നിരിക്കുകയാണ്. തക്കാളീൻ്റെ നീരൊക്കെ മാറി റെഡിയായി വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ഗരം മസാല, മല്ലി 1/2 ടീസ്പൂൺ. മുളക് മല്ലി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് പേസ്റ്റ് ആക്കിയെടുക്കാം. കൂട്ട് ചൂടായി വന്നിരിക്കുകയാണ്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ മസാല കൂട്ട് തിളച്ച് റെഡിയായി വന്നിരിക്കുകയാണ്. അതിന് ഇതിലേക്ക് ആഡ് ചെയ്യാം സോയാബീൻ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലക്കൂട്ട് നന്നായി ഒന്ന് സെറ്റ് ആവട്ടെ. ശേഷം ഉപ്പ് കൂടി കുറവ് ഉണ്ട്, അപ്പോൾ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. നല്ല വെള്ളമെല്ലാം വറ്റി നന്നായി പേസ്റ്റായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ റെഡി ആയിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. സോയാബീൻ റോസ്റ്റ് ചെയ്തത് വേഗം സിമ്പിളായിട്ട് വേഗം തയ്യാറായിരിക്കണം. ഇതേപോലെ നിങ്ങളും തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.